നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. 4ാമത്തെ യുഗമാകുന്ന കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,437ാമത്തെ ദിവസമാണ്. മലയാള കലണ്ടർ അനുസരിച്ചിട്ട് 1200 ആണ്ട് കർക്കടക മാസം 30-ാം തീയതിയാണ്. ശകവർഷം 1947 ശ്രാവണ മാസം 24-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. ഇന്നത്തെ പ്രധാന വിശേഷം ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ സപ്തമി തിഥിയാണ് ഉദയത്തിനുള്ളത്. കരണം വരുന്നത് വിഷ്ടികരണമാണ്. ഉച്ചയ്ക്ക് 12:58 വരെയുള്ള സമയത്താണ് വിഷ്ടികരണം. നിത്യയോഗം വരുന്നത് ഗണ്ഡനാമ നിത്യയോഗമാണ്. 10:16 വരെയുള്ള രാവിലെ 10:16 വരെയാണ് ഗണ്ഡനാമ നിത്യയോഗമുള്ളത്. ഇന്ന് നാൾ അശ്വതി. 7:35 വരെ മാത്രമാണ് അശ്വതി നക്ഷത്രമുള്ളത്. അതിനുശേഷം ഭരണി നക്ഷത്രം തുടങ്ങും. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേല തന്നെ. ദിവസം വെള്ളിയാഴ്ചയാണ്. ശുക്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:47:49 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:37:54 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 19 മിനിറ്റ് 5 സെക്കൻഡാണ് ഇന്നത്തെ പകലിന്റെ ദൈർഘ്യം. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം, ഉളികകാലം, യമകണ്ഠകകാലം. ഇതിൽ രാഹുകാലം സംഭവിക്കുന്നത് 10:55 തുടങ്ങി 12:28 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് 7:51 തുടങ്ങി 9:23 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് ഉച്ചയ്ക്ക് ശേഷം 3:33 മുതൽക്ക് 5:05 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും രാഹുഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യകാലങ്ങളായിട്ടാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കന്നി കൂറുകാർക്കാണ്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിനമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അതുപോലെ പ്രധാനപ്പെട്ട യാത്ര, ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 12:04 തുടങ്ങി 12:26 വരെയുള്ള സമയത്തും തുടർന്ന് 4 മിനിറ്റ് മധ്യഭാഗം വർജിച്ചിട്ട് 12:30 മുതൽക്ക് 12:52 വരെയുള്ള സമയത്താണ്. 12:04 മുതൽക്ക് 12:52 വരെയാണ് അഭിജിത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുമ്പോൾ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് ആചാര്യന്മാർ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇന്ന് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിന് യാത്ര മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഔഷധ സേവ തുടങ്ങുക, അതുപോലെ പുതിയ ആഭരണം പണിയിക്കുക അഥവാ വാങ്ങിക്കുക, വിദ്യാരംഭം, അതുപോലെ ശില്പകർമ്മങ്ങൾ, ഗജ കാര്യങ്ങൾ, ഇതിനൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. തിഥി സപ്തമി തിഥിയാണ്. ഗജകൃത്യങ്ങൾ, ഗജ കാര്യങ്ങളുമൊക്കെ നോക്കുന്നതിനും വിവാഹാദി കാര്യങ്ങളും സംഗീത വിദ്യാഭ്യാസത്തിന്റെ ആരംഭം, നൂതന വസ്ത്രഭൂഷണാദികൾ ധരിക്കുക, യുദ്ധം ആരംഭിക്കുക മുതലായിട്ടുള്ളവയ്ക്കും സപ്തമി അനുകൂലമായിട്ടുള്ള ദിവസമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.